എൻ ശേഷാദ്രിനാഥനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിച്ച വിമർശനത്തെ തള്ളുകയാണ് മന്ത്രി KM ഷാജി. തന്റെ വകുപ്പ് നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. വിശ്വാസിയാകുന്നത് തെറ്റായ കാര്യമല്ല എന്നും KM ഷാജി പറഞ്ഞു. നിയാസിന് പരാതി എനിക്ക് കിട്ടില്ല. നിയാസ് നല്ല സംസാരിച്ചാണ്. നിയാസ് അങ്ങനെ ഒരു പരാതി പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പരാതി ഒന്നും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പ്രൊഫൈൽ പരിശോധിക്കുകയും സ്വാഭാവികമായിട്ട് എൻ്റെ വകുപ്പാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കേണ്ട ചുമതലയുള്ള വകുപ്പ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓൾ വെയർബോട്ട്സ് ചെക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ജഡ്ജ്മെൻ്റ് അടക്കം ചെക്ക് ചെയ്തതാണ്. ഒരാൾ വിശ്വാസിയാവുന്നത് ഒരു അപകടമാണെന്ന് ഞങ്ങൾ വിചാരിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ അദ്ദേഹം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. AK അഭിലാഷും റോഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അഭിലാഷിലേക്കാണ്. അഭിലാഷ്, ഞാൻ ഇന്നലെ PM നിയാസിന്റെ പരാതി വായിച്ചതാണ്. അതിൽ പഴയ SFI ബന്ധമാണ് ആരോപിക്കുന്നത്. വിശ്വാസിയാകുന്നു മറ്റു കാര്യങ്ങളല്ല. പാർട്ടിയിൽ പ്രവർത്തിക്കാത്തതും അന്ന് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന സമയത്ത് മർദ്ദനമടക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടി പ്രവർത്തകർ ഇപ്പോഴുണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമനം എന്നുള്ളതാണ് PM നിയാസ് ഉന്നയിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെയും അണികളുടെയും ആശങ്ക ഉയർത്തി തന്നെയാണ് PM നിയാസ് ഇത്തരത്തിലുള്ള കത്ത് KPCC നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്കും കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ KM ഷാജി പറയുന്നത് PM നിയാസ് അത്തരത്തിലൊരു പരാതി തനിക്ക് നൽകിയിട്ടില്ല. തന്റെ വകുപ്പാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ചത്. അതായത് ശേഷാദ്രിനാഥിന്റെ ജഡ്ജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു, പ്രൊഫൈൽ അടക്കം പരിശോധിച്ചു. അയാൾ ഏതെങ്കിലും കക്ഷിയുടെ ആണെന്ന് കരുതില്ല. ഏതെങ്കിലും SFI ബന്ധമോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധമോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അത്തരത്തിലൊരു വിശ്വാസിയെ നമ്മൾ ആ രീതിയിൽ ചാപ്പ കുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് KM ഷാജി വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇത് താനും തന്റെ വകുപ്പുമാണ് ശുപാർശ ചെയ്തത്. ആ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. തദ്ദേശ വകുപ്പാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയും ശുപാർശയായി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്തുണ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആ നിയമനം നടക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും പരാതികൾ ഉയർത്തുന്നതിലൊന്നും പങ്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല. അദ്ദേഹം കൃത്യമായി നല്ലൊരു ഓഫീസറാണ്, നല്ലൊരു ജഡ്ജായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് അടക്കം താൻ പരിശോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന നല്ല തന്നെയാണ് എന്ന് തന്നെയാണ് KM ഷാജി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഷിപാലിലേക്കും നമുക്ക് പോകാം. PM നിയാസിന്റെ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നിയമിക്കുന്നതിന് ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി ജനിച്ചതും പഠിച്ചതും പ്രാക്ടീസ് ആരംഭിച്ചതും ഞാൻ ജനപ്രതിനിധിയായിരുന്ന ചാലപ്പുറത്താണ്. ഞാൻ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് ഇദ്ദേഹം ഉറച്ച SFI പ്രവർത്തകനും നേതാവുമായിരുന്നു. ലോ കോളേജിലും KSU പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ്. അക്കാലത്ത് KSUവിന് വേണ്ടി നിലയുറപ്പിച്ചവരും മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചവരും ഈ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരായി ഉണ്ടായിരുന്നിട്ടും ഈ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരായി ഉണ്ടായിരുന്നു എന്നതും ഖേദകരമാണ്. 10 വർഷക്കാലം CPMന്റെയും SFI DYFI സംഘടനകളുടെയും മർദ്ദനങ്ങളെയും ഭീഷണികളെയും എതിരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആയിരക്കണക്കിന് നേതാക്കളും പ്രവർത്തകരും അനുകൂല നിലപാടെടുത്തതിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരും ഇന്നും പരിഗണിക്കപ്പെടേണ്ട സ്ഥാനത്ത് പുറംതള്ളപ്പെട്ടു പോകുന്നത് പ്രവർത്തകരുടെ മനോവീര്യം കെടുന്ന സാഹചര്യമാണ്. അതിനപ്പുറത്ത് ഒരു വരി കൂടി പറയുന്നുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പിന്നീടും നമ്മുടെ പാർട്ടിയെ ഏറെ എതിർക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്തവരും സംഖ്യയായി പ്രവർത്തിച്ച് പാർട്ടി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരും ഇന്ന് സുപ്രധാന തസ്തികയിലേക്ക് വാഴ്ത്തപ്പെടുന്നത് കണ്ടു നിൽക്കാനാകില്ല. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനു മുമ്പ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് SFI പശ്ചാത്തലമുള്ളയാളാണ് ശേഷാദ്രിനാഥൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റുള്ളത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന് കാണിക്കുന്നത് പൊതുവെയുള്ളൊരു വിമർശനമായി ഉന്നയിക്കുന്നതാണ്. അത് ശേഷാദ്രിനാഥനുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ SFI ബന്ധമാണ് എടുത്തു കാണിക്കുകയും ചെയ്യുന്നത്.